ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയത് ബസ്സിനെ പിന്തുടർന്നാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പിന്തുടർന്ന വാഹനം കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം ആരംഭിച്ചു. പോലീസും സൈന്യവും CRPFും സംയുക്തമായി പരിശോധന തുടരുകയാണ്. അച്യുതൻ വിശദാംശങ്ങൾ നൽകും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. അച്യുതൻ, പറയൂ. ഈ ഞായറാഴ്ചയുണ്ടായ ഭീകരാക്രമണം അതിലിപ്പോൾ ഒരു വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. NIA നേതൃത്വത്തിലും അതുപോലെ തന്നെ സൈനിക തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുമായിട്ടാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ ദൃക്സാക്ഷികൾ പറഞ്ഞത് ഈ 2 ഭീകരരാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതായിരുന്നു. എന്നാൽ തുടർന്നുള്ള പരിശോധനയിൽ ഈ ബസ്സിനെ ഒരു വാഹനം പിന്തുടരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ജീപ്പാണ് ഈ ബസ്സിനെ പിന്തുടരുന്നത്. ആ ജീപ്പിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാലും എത്ര ഭീകരരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. മറിച്ച് തെരച്ചിലിനായി ജമ്മു കാശ്മീർ പോലീസും സൈന്യവും CRPFും സംയുക്തമായി ചേർന്നാണ് പരിശോധന നടത്തുന്നത്. ഏതാണ്ട് 11 സംഘങ്ങളായാണ് ഈ തെരച്ചിൽ, ഭീകരർക്കായുള്ള തെരച്ചിൽ ഇവിടെ പുരോഗമിക്കുന്നത്. ഈ റിയാസിലെ പല മേഖലകളിലും വനമേഖല കേന്ദ്രീകരിച്ചാണ് സൈനിക നടപടി. ഇതിനായിട്ട് ഹെലികോപ്റ്റർ സംവിധാനവും അതുപോലെ തന്നെ ഡ്രോണുകളും ഈ നിരീക്ഷണത്തിനായി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഇവിടെ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള മേഖലകളിൽ പെട്രോളിംഗും ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും സൈനിക നടപടിയും പുരോഗമിക്കുന്നുണ്ട്. SKN. താങ്ക് യു അച്യുതൻ. സജിത മലയത്ത് പറയുന്ന കുഴി മൂടിയാൽ അധികൃതരുടെ ശ്രദ്ധയിൽ വരില്ല, അതുകൊണ്ടാണ് വാഴ വെക്കുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി.